നമസ്കാരം. പ്രധാന വാർത്തകൾ. ബി.ജെ.പിയിൽ പോയ പത്മജ വേണുഗോപാലിനെതിരെ പേരു പരാമർശിക്കാതെ വിമർശനവുമായി കെ.പി.സി.സി ഉപാധ്യക്ഷൻ വി.ടി. ബൽറാം. മൊടക്കാച്ചരക്കാണ് ബി.ജെ.പിയിൽ പോയതെന്നും CPM ഇതിൽ സന്തോഷിക്കുന്നത് എന്തിനാണെന്നും വി.ടി. ബൽറാം. സപ്ലൈകോ നെല്ല് സംഭരണം. കർഷകർക്ക് 15 ദിവസത്തിനകം സംഭരണ തുക നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. പാലക്കാട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കർഷക പ്രതിനിധികളുമായി മുഖാമുഖം പരിപാടി നടന്നു. ഒറ്റപ്പാലത്ത് വാഹനാപകടം. സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ലക്കിടി അകലൂർ സ്വദേശി സോമനാണ് മരിച്ചത്. ഭക്തി നിറവിൽ ശിവരാത്രി ആഘോഷങ്ങൾ. ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. ബി.ജെ.പിയിൽ പോയ പത്മജ വേണുഗോപാലിനെതിരെ കെ.പി.സി.സി ഉപാധ്യക്ഷൻ വി.ടി. ബൽറാമിൻ്റെ പരോക്ഷമായ പരാമർശം. മൊടക്കാച്ചരക്കാണ് ബി.ജെ.പിയിൽ പോയത്. ഒന്നുമാവാതെ അക്കരെ പച്ച തേടി മറുകണ്ഠം ചാടിയതാണ് അവർ. ഇതിൽ CPM എന്തിനാണ് സന്തോഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ബി.ജെ.പിക്കോ CPMനോ എതിരെ ഒരു രാഷ്ട്രീയ സമീപനവും അവരിൽ നിന്നും കണ്ടിട്ടില്ല. അധികാരവും പദവികളും തനിക്ക് ചുറ്റും കറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബി.ജെ.പിയിൽ എത്തിപ്പെടുന്നതെന്നും വി.ടി. ബൽറാം പറഞ്ഞു. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ പോയതിനെ അവരുടെ പേര് പറയാതെ വനിത എന്ന് പറഞ്ഞാണ് കെ.പി.സി.സി ഉപാധ്യക്ഷനും മുൻ MLAയുമായ വി.ടി. ബൽറാം വിമർശിച്ചത്. ഒന്നും ആവാതെ അക്കരപ്പച്ച തേടി പോകുന്നവരാണ് ബി.ജെ.പിയിൽ എത്തുന്നത്. എടുക്കച്ചരക്ക് ബി.ജെ.പിയിൽ പോയതിന് CPM വലിയ സന്തോഷത്തിലാണ്. ഇത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് വി.ടി. ബൽറാം പറഞ്ഞു. ഒന്നുമാവാതെ അക്കരെ പച്ച തേടി പോകുന്ന ചില വ്യക്തികളുടെ മറുകണ്ഠം ചാനലുകളെ വലിയ രാഷ്ട്രീയമായിട്ടോ എനിക്ക് എത്ര ആലോചിച്ചും മനസ്സിലാവുന്നില്ല. ബി.ജെ.പിയിലേക്ക് ആള് പോകുന്നതിൽ ഇത്രമാത്രം സന്തോഷിക്കാൻ മാത്രം എന്താണ് CPMകാരാ നിൽക്കുന്നത്? രക്ഷണബദ്ധ ഫാഷിസ്റ്റ് പാർട്ടി എല്ലാ നിലയ്ക്കുമുള്ള ഏകാധിപത്യ പ്രവർത്തനങ്ങളും ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയിലേക്ക് ഏതെങ്കിലും വെടിക്കാച്ചരക്കുകൾ പോയാൽ അതിൽ സന്തോഷിക്കുന്ന ആളുകളായി CPMകാരെല്ലാം മാറുന്നത്. ഏതായാലും കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു വനിത ഇന്ന് ബി.ജെ.പിയിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇപ്പോഴും ബി.ജെ.പിക്കെതിരെ ട്രോൾ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വന്തം ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനെ പോലും കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളാണ് ഈ പോകുന്നത്. ബി.ജെ.പിയിൽ പോയവർ കോൺഗ്രസിനു വേണ്ടി എന്ത് പ്രവർത്തനമാണ് നടത്തിയത്? ബി.ജെ.പിക്കും CPMനും എതിരെ അവർ ഒരു രാഷ്ട്രീയ സമീപനവും മുന്നോട്ട് വെച്ചതായി കണ്ടിട്ടില്ല. അധികാരവും പദവികളും തനിക്ക് ചുറ്റും കറങ്ങണമെന്ന് കരുതുന്ന ഇച്ഛാഭംഗമാണ് അവരെ ബി.ജെ.പിയിലേക്ക് എത്തിക്കുന്നതെന്നും വി.ടി. ബൽറാം ആരോപിച്ചു. പരാതിയല്ലാതെ ബി.ജെ.പിക്കെതിരെ ഇപ്പൊ CPMനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കെതിരെ ഒരു രാഷ്ട്രീയ വിമർശനം ഇവർ മുന്നോട്ട് വെച്ചതായിട്ട് ഞാൻ എന്റെ അനുഭവത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയമില്ലാത്തവരാണ് പോകുന്നത്. സ്വന്തമായി ആ പഴയ തഴപ്പിന്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അധികാരവും പദവികളും എല്ലാം തനിക്ക് ചുറ്റും കറങ്ങണം എന്ന് കരുതുന്ന ആളുകളുടെ ഇച്ഛാഭംഗമാണ് അത്തരത്തിലുള്ള ചില വ്യക്തികളെ അങ്ങോട്ട് എത്തിക്കുന്നത്. അതിനപ്പുറത്ത് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത് ഈ രാജ്യത്തെ ഉൾക്കൊള്ളുന്ന മനുഷ്യരുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. ആ രാഷ്ട്രീയത്തെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ ഉൾക്കൊള്ളുന്ന മനുഷ്യരുടെ രാഷ്ട്രീയമാണ് കോൺഗ്രസിനെ നിലനിർത്തുന്നതെന്നും വി.ടി. ബൽറാം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് ബഷീർ, നജീബ് കാന്തപുരം MLA, കെ.പി.സി.സി സെക്രട്ടറി V. ബാബുരാജ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ സലീം കുരുവമ്പലം, താമരത്ത് ഉസ്മാൻ, മണ്ഡലം പ്രസിഡന്റ് A.K. നാസർ, ജനറൽ സെക്രട്ടറി S. അബ്ദുൽ സലാം, മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K.V. ജോർജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് M.K. റഫീഖ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A.K. മുസ്തഫ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിൻസി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ല് സംഭരിച്ച കർഷകർക്ക് സപ്ലൈകോ പാഡി റെസിപ്റ്റ് ലഭ്യമായാൽ
15 ദിവസത്തിനകം സംഭരണ തുക നൽകാൻ നടപടിയെടുക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ പാലക്കാട് കളക്ടറേറ്റ് ഹാളിൽ ജില്ലയിലെ കർഷക പ്രതിനിധികളുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഘട്ടം ഘട്ടമായി പരിഹാരം കാണും. അടുത്ത വിള സീസണിൽ നെല്ല് സംഭരണം, തുക വിതരണം തുടങ്ങി എല്ലാ മേഖലയെയും ബന്ധിപ്പിച്ച് കുറ്റമറ്റ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ സീസണിൽ ഭൂമിയുടെയും തൂക്കത്തിൻ്റെയും പരിധിയില്ലാതെ നെല്ല് സംഭരണം ഉറപ്പാക്കും. നെല്ല് സംഭരണത്തിലെ കാലതാമസം ഒഴിവാക്കും. ഉഴവുകൂലി അടക്കമുള്ള ആനുകൂല്യങ്ങൾ മറ്റു വകുപ്പുകളുടെ പിന്തുണയോടെ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. സംഭരണം, ബാങ്കിംഗ് നടപടികൾ, തുക വിതരണം തുടങ്ങിയവയിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് ബാങ്കുകളുടെ പ്രതിനിധിയും സപ്ലൈകോ പ്രതിനിധിയും ഉൾപ്പെടുത്തി 3-അംഗ സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുഖാമുഖത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് അധ്യക്ഷനായി. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈനായി പങ്കെടുത്ത് സംസാരിച്ചു. MLA-മാരായ A പ്രഭാകരൻ, K ബാബു, KD പ്രസേനൻ, PP സുമോദ്, ജില്ലാ കലക്ടർ ഡോക്ടർ S ചിത്ര, പാടശേഖര സമിതി ഭാരവാഹികൾ, മറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ലക്കിടി അകലൂർ പുത്തൻമാരിയിൽ അപ്പാടത്ത് വീട്ടിൽ സോമനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 11:30ഓടെയാണ് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം കണ്ണിയമ്പുറം 7th ഡേ ആശുപത്രിക്ക് സമീപം അപകടം നടന്നത്. ലക്കിടി അകലൂർ പുത്തൻമാരിയിൽ അപ്പാടത്ത് വീട്ടിൽ 48-കാരനായ സോമനാണ് മരിച്ചത്. കുളപ്പുള്ളി ഭാഗത്തേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന സോമൻ എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ സോമനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. റോയൽ കാറ്ററിംഗിലെ മാനേജറാണ് മരിച്ച സോമൻ. ലതയാണ് ഭാര്യ. ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ പര്യടനം മണ്ണാർക്കാട് മേഖലകളിലായിരുന്നു. ക്ഷേത്രങ്ങളിലെ ദർശനത്തിന് ശേഷമാണ് വോട്ടർമാരെ കാണാനായി ഇറങ്ങിയത്. മണ്ണാർക്കാട് തോരാപുരം, മുണ്ടൈക്കോട്ട് കോളനി, തോരാപുരം മണിമുണ്ടം കോളനി എന്നിവിടങ്ങളിലായിരുന്നു C കൃഷ്ണകുമാറിന്റെ വെള്ളിയാഴ്ചത്തെ ആദ്യ പര്യടനം. കോളനികളിലെ മിക്ക വീടുകളിലും സ്ഥാനാർത്ഥി കയറി വോട്ട് ചോദിച്ചു. തുടർന്ന് മല്ലീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. തെങ്കര ചിറപ്പാടം മുനീശ്വര ക്ഷേത്രത്തിലും എത്തി ക്ഷേത്ര ഭാരവാഹികളുമായി സംസാരിച്ചു. മണ്ണാർക്കാട് ടൗണിലൂടെയും വോട്ടഭ്യർത്ഥന നടത്തി. ഉച്ചയ്ക്ക് കോട്ടോപ്പാടം പുറ്റാനിക്കാട് കുടുംബയോഗത്തിലും പങ്കെടുത്തു. K പ്രേംകുമാർ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വാങ്ങിയ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് MLA നിർവഹിച്ചു. കോളേജിന്റെ വികസനത്തിന് കൂടുതൽ ഇടപെടൽ നടത്തുമെന്ന് MLA പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ ബുദ്ധിമുട്ടിന് ഇതോടെ അറുതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും MLA പറഞ്ഞു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ മീനാക്ഷി K, PTA സെക്രട്ടറി രാജേഷ് PN, PTA വൈസ് പ്രസിഡന്റ് SR ഹബീബുള്ള, വിവിധ ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായ സബിത, അബ്ദുസമദ്, സംഗീത, കോളേജ് യൂണിയൻ ചെയർമാൻ ഷബാസ് അമൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഭക്ത്യാദരമായ പരിപാടികളോടെ ശിവരാത്രി ആഘോഷങ്ങൾ. വല്ലപ്പുഴ ചൂരക്കോട് പെങ്ങോട്ടുകാവ് ശിവക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായാണ് ശിവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ക്ഷേത്രത്തിൽ നടന്ന മെഗാ തിരുവാതിരക്കളി ശ്രദ്ധേയമായി. വള്ളുവനാട്ടിലെ അതിപുരാതന സ്വയംഭൂ ക്ഷേത്രങ്ങളിലൊന്നാണ് വല്ലപ്പുഴ ചൂരക്കോട് പെങ്ങോട്ടുകാവ് ശിവക്ഷേത്രം. 2 ദിവസങ്ങളിലായാണ് ഇവിടെ ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത്. വ്യാഴാഴ്ച കറുക കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിച്ച മെഗാ തിരുവാതിരക്കളി അരങ്ങേറി. ഭക്തി
തുടർന്ന് ശ്രീകൃഷ്ണ ഭാരതം ബാലയും ഉണ്ടായി. അഭിഷേകങ്ങൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നിറപറ വെപ്പ് എന്നിവയും ശിവരാത്രി ദിനത്തിൽ രാവിലെ നടന്നു. തന്ത്രി കരിയന്നൂർ ഭവത്രാദൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് സഹസ്രദീപ സമർപ്പണം, ഇരട്ട തായമ്പക, നാടകം, നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറും. കരിമ്പുഴ ബ്രഹ്മീശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളായി നടന്ന ശിവരാത്രി മഹോത്സവം സമാപിച്ചു. രാവിലെ നിർമാല്യ ദർശനം, മലർനിവേദ്യം, ഉഷപൂജ, മേളം, മധു കാടാമ്പുഴയുടെ ഭക്തി പ്രഭാഷണം, വൈകിട്ട് ദീപാരാധന, രാത്രി കലാവിരുന്ന് എന്നിവയും ഉണ്ടായി. കിഴൂർ കാളികാവ് ക്ഷേത്രത്തിലേക്ക് പുതുതായി നിർമ്മിച്ച റോഡിന്റെ പ്രവേശന കവാടത്തിന്റെയും സ്റ്റേജിന്റെയും സമർപ്പണം വെള്ളിയാഴ്ച നടന്നു. ശബരിമല മുൻ മേൽശാന്തി ടി.എം. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. കീഴൂർ മേലൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു കീഴൂർ സുബ്രഹ്മണ്യ കോവിൽ വഴി കാളികാവ് റോഡ്. ഇത്തവണ ഉത്സവത്തിനു മുമ്പായി തന്നെ ഭക്തജന കൂട്ടായ്മയിൽ ഈ റോഡ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് പ്രവേശന കവാടം നിർമ്മിച്ചത്. ക്ഷേത്രം അഭ്യുദയകാംക്ഷി കൂടിയായ കീഴൂർ കുന്നത്തുകളം മണിയുടെ വകയായാണ് പ്രവേശന കവാടത്തിൻ്റെ സമർപ്പണം നടന്നത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ശബരിമല മുൻ മേൽശാന്തി പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കീഴൂർ കളരിക്കൽ വിനോദ് പണിക്കരുടെ വകയായി സമർപ്പിച്ച പുതിയ സ്റ്റേജിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശ്വതി, വാർഡ് മെമ്പർമാരായ നാരായണൻ, ഗീത അണിയത്ത്, ശ്രീദേവി, ക്ഷേത്രം പ്രസിഡന്റ് കെ വിശ്വനാഥൻ, സെക്രട്ടറി പി.എൻ. കേശവപ്രസാദ്, ട്രഷറർ എസ്.പി. പ്രദീപ് തുടങ്ങിയവരും മറ്റ് ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. മാർച്ച് 14 ഇത്തവണ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ തുടങ്ങും. 20 വലിയാറാട്ടും 21 പൂരവും ആഘോഷിക്കും. വള്ളുവനാട്ടിലെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 11 മുതൽ 20 വരെ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും. ഭാഗവത സപ്താഹ യജ്ഞത്തോടെ പരിപാടികൾ തുടങ്ങുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 11 വൈകിട്ട് 4 സർവൈശ്വര്യ വിളക്ക് പൂജ, വിഗ്രഹ ഘോഷയാത്ര എന്നിവയ്ക്ക് ശേഷം കെ.പി. ശശികല ടീച്ചർ ഭാഗവത സപ്താഹ യജ്ഞം ഉദ്ഘാടനം ചെയ്യും. തന്ത്രി കരിയന്നൂർ ഭവത്രാദൻ നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തും. ഡോക്ടർ രേഖ ആർ കൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. തുടർന്ന് മഹാത്മ്യ പ്രഭാഷണം നടക്കും. സോപാന സംഗീതം, പാഠകം, ഓട്ടൻതുള്ളൽ, സംഗീത കച്ചേരി, നൃത്തനൃത്യങ്ങൾ, ഭരതനാട്യം എന്നിവയും ഈ ദിവസങ്ങളിൽ വൈകിട്ട് ക്ഷേത്രത്തിൽ അരങ്ങേറും. 18 പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള താന്ത്രിക ചടങ്ങുകൾ ആരംഭിക്കും. 20 ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ, പനമണ്ണ ശശി, മണ്ണാർക്കാട് ശ്രീഹരി എന്നിവരുടെ ഡബിൾ തായമ്പക, മുളയങ്കാവ് ഹരിദാസനും സംഘവും അവതരിപ്പിക്കുന്ന ചെണ്ടമേളം എന്നിവ നടക്കും. തുടർന്ന് തിരുവനന്തപുരം സർഗവീണ അവതരിപ്പിക്കുന്ന രുദ്രപ്രജാപതി ഡിജിറ്റൽ ബാലയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തോടുകൂടി 2024 മാർച്ച് മാസം 11 മുതൽ 20 വരെ 1199 കുംഭം 27 മുതൽ മീനം 7 വരെ ആഘോഷിക്കുകയാണ്. 11-ാം തീയതി മുതൽ 18 കൂടി സപ്താഹവും മാർച്ച് 18 വൈകുന്നേരം മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവവും ഭക്തി നിർഭരമായ പ്രഭാഷണങ്ങൾ, ബാലെ കലാപരിപാടികൾ, അന്നദാനം, ഡബിൾ തായമ്പക, മേളം, എഴുന്നള്ളിപ്പ് എന്നിവയുമായി സഹകരിക്കുകയും പദ്ധതികൾ കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി കെ.പി. ശശികല ടീച്ചറാണ്. മുഖ്യാതിഥിയായിട്ട് സേവന ഹോസ്പിറ്റലിലെ ഡോക്ടർ രേഖ ആർ കൃഷ്ണൻ അവർക്കാണ് വരുന്നത്. ആശംസകൾ നൽകുന്നത് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജരായിട്ടുള്ള ശ്രീ പി.എൻ. പ്രസാദ് സാറും അതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ആർ.കെ. മേനോൻ സാറുമാണ്. അന്നത്തെ ചടങ്ങിൽ മുൻ ഭാരവാഹികളെയും ഗ്രാമത്തിലെ ഏറ്റവും പ്രായം മുതിർന്ന വ്യക്തികളെയും അതുപോലെ വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ച മറ്റ് വ്യക്തികളെയൊക്കെ നമ്മൾ ആദരിക്കുന്നുണ്ട്. തുടർന്ന് ഭാഗവത സപ്താഹ മഹാത്മ്യം പ്രഭാഷണം ഉണ്ടായിരിക്കും. 12-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെയായിരിക്കും. ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, ചെയർമാൻ ഒ.പി. പുരുഷോത്തമൻ, സെക്രട്ടറി രമേശ് കുമാർ എ, ഗംഗാധരൻ കെ, കോമളം തച്ചോത്തെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. അലനല്ലൂർ പാലക്കഴി
21-22 ബൂത്ത് കോൺഗ്രസ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KPC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായാണ് പാലാഴിയിലെ 21-22 കോൺഗ്രസ് ബൂത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. അലനല്ലൂർ ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് K. അബു അധ്യക്ഷനായി. VK ശ്രീകണ്ഠൻ MP, N. ഷംസുദ്ദീൻ MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ്, അരുൺകുമാർ പാലകുർശി, DCC സെക്രട്ടറിമാരായ PR സുരേഷ്, P. അഹമ്മദ് അഷ്റഫ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് തുടങ്ങിയവർ പങ്കെടുത്തു. എന്തിനാണ് മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരുടെ പിന്നാലെ ചാക്കുമായിട്ട് ഇവർ നടക്കുന്നത്, പ്രലോഭനങ്ങളുമായിട്ട് ഇവർ നടക്കുന്നത്? അപ്പോൾ 400 സീറ്റ് ഉറപ്പല്ല, 320 സീറ്റ് ഉറപ്പല്ല. ഈ വർഗീയത കൊണ്ട് മാത്രം എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ഇടയ്ക്കൊക്കെ ജയിക്കും, പക്ഷേ ജനങ്ങൾ ജീവിത യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി പെരുകിയ സംസ്ഥാനം ഈ 56 ഇഞ്ചിൻ്റെ നെഞ്ചളവുമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ളൊരു രാജ്യം. വീണ്ടും മത്സരിക്കുന്ന VK ശ്രീകണ്ഠൻ പരിപാടിയിൽ എത്തിയവരോട് വോട്ട് അഭ്യർത്ഥിച്ചു. N. ഷംസുദ്ദീൻ MLA ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അലനല്ലൂർ അത്താണിപ്പടി തെയ്യോട്ടുചിറ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചു. N. ഷംസുദ്ദീൻ MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനപാത കടന്നുപോകുന്ന അലനല്ലൂർ അത്താണിപ്പടിയിൽ നിന്നും തെയ്യോട്ടുചിറയിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണ് N. ഷംസുദ്ദീൻ MLA ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. ഗ്രാമീണ റോഡുകളുടെ കാര്യം അത് പഞ്ചായത്തുകൾ ചെയ്യണം. പഞ്ചായത്ത് തന്നെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളാണ് ചെയ്യുന്നത്. അവർക്ക് മതിയായ ഫണ്ട് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അതുകൂടി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയാണ്. അത് ആണ് തുടക്കം മുതൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഏറ്റെടുത്താണ് ഈ ഗ്രാമീണ റോഡുകൾ എത്രയും എണ്ണം നമുക്ക് നവീകരിക്കാൻ സാധിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ആയിഷ B. ആറാട്ടുതൊടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ MK ബക്കർ, മുൻ വൈസ് പ്രസിഡന്റ് K. ഹംസ, വാർഡംഗം റംലത്ത്, റഷീദ് ആലായൻ, K. വേണുഗോപാൽ, യൂസഫ് പാക്കത്ത്, ഹംസ തച്ചമ്പറ്റ, മുഹമ്മദ് അലി ആലായൻ, ഖാദർ, കാസിം ആലായൻ, നാസർ അച്ചിപ്ര, യൂസഫ് ഇളയോടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. 15 ലക്ഷം രൂപ ചെലവിൽ 4 മീറ്റർ വീതിയിൽ 185 മീറ്റർ ദൂരമാണ് നവീകരിച്ചത്. അത്താണിപ്പടി, കാട്ടുകുളം, ആര്യംകുണ്ട് എന്നിവിടങ്ങളിൽ നിന്നും പ്രസിദ്ധമായ തെയ്യോട്ടുചിറ മഖാമിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമാണ് ഈ റോഡ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപയും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷവും വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഒടമല പരിയാപുരം മുണ്ടുപാറ റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, CT നൌഷാദ് അലി, നവാസ്, വാഹിദ ടീച്ചർ, ഹമീദ് ഹാജി, അബൂബക്കർ സഖാഫി, അക്ബർ, മുഹമ്മദ് അലി പാലേങ്ങൽ, അബ്ബാസ് പേരഞ്ചി, ഷറഫുദ്ദീൻ, VP മജീദ്, ഖാദർ തുടങ്ങിയവരും പ്രദേശവാസികളും പങ്കെടുത്തു. എടത്തനാട്ടുകര TAM UP സ്കൂളിൻ്റെ 83ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകൻ KM ജയശങ്കറിനുള്ള യാത്രയപ്പും N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, സ്കൂൾ മാനേജർ P. അബൂബക്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം P. ഷാനവാസ്, വാർഡംഗം ലൈല ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശ്രീകൃഷ്ണപുരം വനിതാ സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. വ്യത്യസ്ത മേഖലകളിലെ വനിതാ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ദിനാഘോഷം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ BK രാധിക ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് KP സുഭദ്ര അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം സബ് ട്രഷറി ഓഫീസർ ഉഷ S, കൃഷി ഓഫീസർമാരായ ശ്രീജ KV, കാവ്യ, CDPO അസ്മാവി, ഡോക്ടർ അനിജ S, ഡോക്ടർ സ്വപ്ന ചന്ദ്ര, അസിസ്റ്റന്റ് എഞ്ചിനീയർ അമ്പിളി N, ക്ഷീരവികസന ഓഫീസർ ശ്യാമ MA, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലിനി, തങ്ക K എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംഘം ഡയറക്ടർ KR സതി, ഉമാദേവി, പങ്കജവല്ലി എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു.
ഷൊർണൂർ കാരക്കാട് ALP സ്കൂളിൻ്റെ 101-ാം വാർഷികം ആഘോഷിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കാരക്കാട് ALP സ്കൂളിൻ്റെ 101-ാം വാർഷികമാണ് ആഘോഷിച്ചത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഭദ്രദീപം കൊളുത്തി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങൾ ഉണ്ടായത് ആ കാലത്താണ്. നമ്മുടെ നാട്ടിൽ വായനശാലകൾ ഉണ്ടായത് ആ കാലത്താണ്. പല വായനശാലകളുടെയും പഴക്കം ഏതാണ്ട് ഈ സ്കൂളുകളുടെ പഴക്കത്തിന്റെ അതേ കാലമാണ്. സ്കൂളുകൾ ഉണ്ടാകുന്നതും വായനശാലകൾ ഉണ്ടാകുന്നതും ഒരേ കാലത്താണ് എന്ന് പറഞ്ഞാൽ ആ കാലത്തിന് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് ഉറപ്പാണ്. ആ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗം ഒരു പ്രത്യേകത ആ കാലത്തിനുണ്ട്. കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും വിജയിച്ചവർക്കുള്ള ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള ഫോക്ലോർ അക്കാദമി ജേതാവായ ഉണ്ണി അമ്പലപ്പാറയെയും ആദരിച്ചു. ആനന്ദ് വി നായർ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർമാരായ T. സീന, സൗമ്യ, സാമൂഹിക പ്രവർത്തകയും സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുമായ V. പ്രസീത, AO B. ബിന്ദു, PTA പ്രസിഡന്റ് വി എൻ സരിത, പ്രധാന അധ്യാപകൻ VA വൈശാഖ്, SSG അംഗം PK രാധാകൃഷ്ണൻ, CP ബാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം സെൻട്രൽ സ്കൂളിൽ UKG വിഭാഗത്തിൻ്റെ ഗ്രാജുവേഷൻ സെറിമണി വിപുലമായി നടത്തി. CMA പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥിയായ നവീനെ അനുമോദിച്ചു. PTA പ്രസിഡന്റ് ചന്ദ്രിക അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഡയസ് K. മാത്യു, കോർഡിനേറ്റർമാരായ സുഗന്ധി K, ലതാ C, ദേവകിക്കുട്ടി N എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. ലക്കിടി കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ സ്മാരക വായനശാല വനിതാ വേദിയും ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി വനിതാ ദിനം ആഘോഷിച്ചു. കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം പ്രസന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലക്കിടി കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ സ്മാരക വായനശാല വനിതാ വേദിയും ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായാണ് വനിതാ ദിനം ആഘോഷിച്ചത്. കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം പ്രസന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയതുമായ വനിതകളെ ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ നേതൃത്വത്തിൽ ആദരിക്കുകയും കേക്ക് കട്ട് ചെയ്യുകയും ചെയ്തു. കഥകളി കലാകാരി മിനി പനാവൂർ, കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം പ്രസന്ന, LLB 2-ാം റാങ്കുകാരി ശ്രീലക്ഷ്മി വിനോദ്, MSc ബയോടെക്നോളജിയിൽ 1-ാം റാങ്ക് നേടിയ K. ഭാവിനി, MSc ബയോടെക്നോളജിയിൽ ടോപ്പ് മാർക്ക് നേടിയ ഗായത്രി ജയൻ എന്നിവരെയാണ് ആദരിച്ചത്. വനിതാവേദി പ്രസിഡന്റ് K. ജയശ്രീ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗം K. ശ്രീവത്സൻ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറ്റപ്പാലം സ്റ്റോർ ഹെഡ് VS ഷെഫീർ, മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് നായർ, മറ്റ് സ്റ്റാഫുകൾ AR രാജേഷ്, അഡ്വക്കേറ്റ് NV കേശവൻ, K. ജയലക്ഷ്മി, പ്രവിത, സരിത ജയൻ, പ്രമീള S. നായർ തുടങ്ങിയവരും പങ്കെടുത്തു. പെരിന്തൽമണ്ണ ലസ്റ്റർ കണ്ണാശുപത്രിയിൽ ഗ്ലോക്കോമ വാരാചരണം സംഘടിപ്പിച്ചു. IMA പെരിന്തൽമണ്ണ ഘടകവുമായി സഹകരിച്ചാണ് ഗ്ലോക്കോമ വാരാചരണം നടത്തുന്നത്. IMA പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 8 മുതൽ 14 വരെയാണ് പെരിന്തൽമണ്ണ ലെസ്റ്റർ കണ്ണാശുപത്രിയിൽ ഗ്ലോക്കോമ വാരാചരണം നടക്കുന്നത്. ആളുകൾക്കിടയിൽ ഗ്ലോക്കോമ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ലെസ്റ്റർ കണ്ണാശുപത്രി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകവുമായി സഹകരിച്ച് ഗ്ലോക്കോമ വാരാചരണം സംഘടിപ്പിച്ചത്. IMA പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഗ്ലോക്കോമ വാരാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഈ രോഗങ്ങളൊക്കെ അൺഐഡന്റിഫൈഡ് ആണ്. ഒരു രോഗി ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അയാൾക്ക് ഇന്ന രോഗങ്ങളുണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ ഗ്ലോക്കോമയുടെ കാര്യം പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഈ കണ്ണിനെ നെഗ്ലക്റ്റ് ചെയ്യും. കണ്ണിൻ്റെ കാഴ്ച കുറയുമ്പോൾ മാത്രമേ കണ്ണ് ടെസ്റ്റ് ചെയ്യാറുള്ളൂ. അത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് അവസാനം നമുക്ക് ഈ കണ്ണിൻ്റെ കാഴ്ച നശിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലാണ് പലപ്പോഴും ചികിത്സ. ഈവൻ ക്യാൻസറിൻ്റെ കാര്യത്തിൽ അതാണ്. നമ്മളെ ക്യാൻസർ രോഗികൾ മാത്രമേ ഉള്ളൂ ടെർമിനൽ സ്റ്റേജിൽ, അവസാന സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നത്. ഡയബറ്റിക് രോഗികൾ കണ്ണിന് കാഴ്ച നശിച്ച് കാലും കൈയും തരിപ്പ് അനുഭവപ്പെട്ട് ന്യൂറോപ്പതി ആയി ഹാർട്ടിന് പ്രശ്നം വന്നതിന് ശേഷമാണ് കൃത്യമായ ഒരു ചികിത്സ എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വളരെ ലേറ്റായിട്ടാണ് നമ്മൾ ഈ രോഗങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത്. നമുക്ക് പ്രിവെൻഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് IMA പോലെയുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ രോഗങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ ജോലിയാണ്. നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണ്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്ലോക്കോമ 40 വയസ്സിന് മുകളിൽ പ്രായമായവർ വർഷത്തിൽ 5 വർഷത്തിലൊരിക്കലെങ്കിലും ഈ കണ്ണ് പരിശോധിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പം ഈ ഒരു സന്ദേശം നൽകാനായി മുന്നോട്ട് വന്ന ലെസ്റ്റർ ഹോസ്പിറ്റലിനും അതിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടി ലെസ്റ്റർ കണ്ണാശുപത്രി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്ലോക്കോമ രോഗവും ചികിത്സാ മാർഗങ്ങളും സംബന്ധിച്ച് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ മുഖ്യപ്രഭാഷണവും നടത്തി. ഗ്ലോക്കോമ എന്ന അസുഖത്തിന് ഉള്ള പ്രശ്നം നമ്മൾ ഈ അസുഖം അറിയണമെന്നില്ല എന്നാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അതായത് കാഴ്ച നഷ്ടപ്പെട്ട് വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് എത്തി പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും ഈ അസുഖത്തിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പല ആളുകളും തെറ്റിദ്ധരിക്കും, പിന്നെ തിമിരം കൊണ്ടാണ് കാഴ്ച പോയിട്ടുള്ളത് എന്ന് നമ്മളിപ്പോൾ എത്ര സമയത്ത് ഓപ്പറേഷൻ ചെയ്യല്ലേ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള കാഴ്ച ഒരു പ്രായമായി കഴിഞ്ഞാൽ ആളുകളുടെ കാഴ്ചക്കുറവിൻ്റെ പ്രധാന കാരണം അല്ലെങ്കിൽ ഒരേ ഒരു കാരണം തിമിരമാണ് എന്നതാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഗ്ലൂക്കോമയുണ്ട്, നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, തിമിര ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടബോധം, നമുക്ക് ഒന്നും ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖബോധം ഉണ്ടാവാറുണ്ട്. IMA സെക്രട്ടറി ഡോക്ടർ ജലീൽ KB, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഷെമീൽ, പ്രൊമോഷൻ മാനേജർ സുന്ദർ വേലായുധൻ, ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ റുക്സാന, HOD റോഷ്ന തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യ നേത്ര പരിശോധന, ഗ്ലോക്കോമ ബോധവൽക്കരണ ക്ലാസുകൾ, 5 മുതൽ 8 വരെ പ്രായമുള്ള കുട്ടികൾക്ക് കളറിംഗ് മത്സരം തുടങ്ങിയ വിവിധ പരിപാടികൾ ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് ലെസ്റ്റർ കണ്ണാശുപത്രിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. BJPയിൽ പോയ പത്മജ വേണുഗോപാലിനെതിരെ പേരു പരാമർശിക്കാതെ വിമർശനവുമായി KPCC ഉപാധ്യക്ഷൻ VT ബൽറാം. മൊടക്കാച്ചരക്കാണ് BJPയിൽ പോയതെന്നും CPM ഇതിൽ സന്തോഷിക്കുന്നത് എന്തിനാണെന്നും VT ബൽറാം. സപ്ലൈകോ നെല്ല് സംഭരണം, കർഷകർക്ക് 15 ദിവസത്തിനകം സംഭരണത്തുക നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. പാലക്കാട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കർഷക പ്രതിനിധികളുമായി മുഖാമുഖം പരിപാടി നടന്നു. ഒറ്റപ്പാലത്ത് വാഹനാപകടം, സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ലക്കിടി അകലൂർ സ്വദേശി സോമനാണ് മരിച്ചത്. ഭക്തി നിറവിൽ ശിവരാത്രി ആഘോഷങ്ങൾ, ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.